പലർക്കും ഡൗട്ട് ഉള്ള ഒരു ഏരിയ ആണ് ലീവ് സാലറി റൂൾസിനെ കുറിച്ചിട്ട്. ആദ്യം നമുക്ക് ആനുവൽ ലീവിന്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 6 months താഴെയുള്ള എംപ്ലോയീസിന് ആനുവൽ ലീവ് കിട്ടില്ല. 6 month തൊട്ടിട്ട് 1 year വരെയുള്ള എംപ്ലോയീസിനാണെങ്കിൽ മന്ത്ലി 2 days ലീവ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണോ വരുന്നത് അത് എടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് 1 year കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക്, അതായത് 12 months ജോലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 month ആനുവൽ ലീവ് ആയിട്ട് കിട്ടും. ഇനി ഈ ഒരു ലീവ് വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ ലീവ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 yearലാണ് ആനുവൽ ലീവ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ലീവ് സാലറി ഫുൾ എമൗണ്ട്, ആ ഒരു സമയത്ത് എത്രയാണോ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് ആ ഒരു ഫുൾ എമൗണ്ട് ആനുവൽ ലീവ് എടുക്കുന്ന ആ ഒരു മന്തിലും കിട്ടാനായിട്ടുള്ള, അതായത് ബേസിക് സാലറി പ്ലസ് അലവൻസസ് കിട്ടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി അടുത്ത വർഷത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്ന ലീവ് ആണെങ്കിൽ ബേസിക് സാലറിയാണ് ലീവ് സാലറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീവ് പെൻഡിങ്ങിൽ നിൽക്കുന്ന ടൈമിൽ റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ടെർമിനേഷൻ കിട്ടുക. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ലീവ് സാലറി കിട്ടാനായിട്ടുള്ള റൈറ്റ് എംപ്ലോയിക്ക് ഉണ്ട്. പക്ഷേ ഈ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസിക് സാലറിയിൽ തന്നെയായിരിക്കും.